മധ്യപ്രദേശിൽ സർക്കാർ ആശുപത്രിയിൽ 6 കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. കുട്ടികൾക്ക് രക്തം നൽകിയതിൽ സംഭവിച്ച പിഴവാണ് HIV ബാധയ്ക്ക് കാരണം. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, 6 കുട്ടികൾക്കാണ് HIV ബാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, ഏറെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോർ സർക്കാർ ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള ഈ വാർത്ത നമ്മൾ നൽകിയിരുന്നതാണ്. എന്തായാലും നിലവിൽ 6 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ HIV ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടികൾക്ക് ദേഹാശ്വാസമടക്കം അനുഭവപ്പെടുകയും പിന്നീട് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ HIV പോസിറ്റീവായതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തലസീമിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അസുഖം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് ഈ സർക്കാർ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് രക്തം മാറ്റിവെക്കുന്ന ചികിത്സകൾ നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ രക്തത്തിൽ നിന്ന് HIV ബാധയുണ്ടായിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ബ്ലഡ് ബാങ്ക് ഇതിലെ കൃത്യമായിട്ടുള്ള പരിശോധനകളൊന്നും തന്നെ നടക്കുന്നില്ല. അതോടൊപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ മാസങ്ങളിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ രക്ഷിതാക്കളടക്കം വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ സമാനമായിട്ടുള്ള സംഭവം ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഈ ആശുപത്രിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ബ്ലഡ് ബാങ്കിലെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് വലിയ അപകടങ്ങളിലേക്കടക്കം ഇത്തരത്തിൽ മാരകമായിട്ട് അസുഖങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഈ 6 കുട്ടികൾക്ക് പുറമെ ഒരു കുട്ടിയുടെ മാതാവിന് കൂടി ഇപ്പോൾ HIV പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെ ജീവനക്കാർക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം കനത്തതിന് പിന്നാലെ ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ ഒരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 ദിവസത്തിനകം ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ ഈ അന്വേഷണ സമിതിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം.